എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മോരുകറി. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കപ്പിലോ ഗ്ലാസ്സിലോ അളന്നെടുത്താൽ മതി കേട്ടോ. കറക്റ്റ് അളവ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ 240 ml കപ്പിൽ 2 കപ്പ് തൈരാണ് എടുത്തത്. പിന്നെ മോരുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ മോരുകറി വെച്ച് കഴിയുമ്പോൾ അതിനൊരു പാലിൻ്റെ ടേസ്റ്റ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പുളിയുള്ള തൈര് തന്നെ എടുക്കണം. പിന്നെ ഈ തൈരിൽ ഇങ്ങനെ കട്ട കിടക്കത്തില്ലേ, കട്ട പിടിച്ച് കിടക്കുമല്ലോ, അത് മാറ്റിയിട്ട് വേണം നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ. നല്ല സ്മൂത്ത് ആക്കണം. അപ്പോൾ ഒന്നുകിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ കട്ടയൊക്കെ മാറ്റിയെടുക്കാം. പക്ഷേ എളുപ്പമെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് ഒക്കെയാണ്, നിങ്ങളുടെ കയ്യിൽ മിക്സി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുത്താലും മതി. അപ്പോൾ ഈ തൈര് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാൻ പോവാണ്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. ഒരുപാട് നേരമൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ അതേ തൈര് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്, കട്ടയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ഒഴിക്കുവാണ്. ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി ഇതൊന്ന് ലൂസാക്കണം. മോരുകറി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ എപ്പോഴും മോരുകറി കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം, എൻ്റെ വീട്ടിലും അതാണ് ഇഷ്ടം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ഒഴിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ മോരുകറി ഇഷ്ടം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ലൂസ് ആവണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. പക്ഷെ ഇപ്പോൾ ഇത് മതി. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് ചതച്ചെടുക്കുവാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്താലും മതി, പക്ഷേ ചതച്ച് ചേർക്കുമ്പം നല്ല കൂടുതൽ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇഞ്ചി നന്നായി ചതച്ചെടുത്തു. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാട്ടോ എപ്പോഴും നല്ലത്, കാരണം ഇതൊക്കെ നാടൻ കറികളല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇനി പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വെളിച്ചെണ്ണയൊന്നും എപ്പോഴും കിട്ടണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് വെജിറ്റബിൾ ഓയിലോ ഏത് വേണേലും യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്കൊരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും ചേർക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെ പച്ചമണം മാറണം. അതുപോലെ ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. വാടിയാൽ പോരാ, ചെറിയ ഉള്ളിയുടെ നിറം മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവണം. അപ്പോഴായിരിക്കും മോരുകറിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉള്ളിയൊക്കെ മൂത്ത ഒരു മണം, നല്ല ടേസ്റ്റ് മോരുകറിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂക്കണം. എന്നാൽ ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ളിക്ക് കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഒന്ന് മൂത്താൽ മതി. ഉള്ളി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരിട്ട് എണ്ണയിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴെല്ലാം തീ നല്ല കുറച്ചാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്, ഏറ്റവും ലോ ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ മൂത്ത് പോകുന്നതായിട്ട് തോന്നിയാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം അത്യാവശ്യം ചൂടുണ്ട് എണ്ണയ്ക്ക്. അപ്പോൾ അതിൽ തന്നെ ഈ
എന്താണ് കറിവേപ്പിലയൊക്കെ അങ്ങ് മൂത്തോളും. അപ്പോൾ അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ഇനി അവസാനമായിട്ട് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. കായപ്പൊടിയും ഇഞ്ചിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നിർബന്ധമില്ല, പക്ഷേ ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. പക്ഷെ അത് കൂടിപ്പോവാതെ നോക്കണം. കൂടിപ്പോയാൽ കയ്പ്പ് പോലെ തോന്നും. അപ്പോൾ 2 നുള്ള് മാക്സിമം 1/4 ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയും മൂത്താൽ മതി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞ് പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം തൈര് ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി തൈര് ഒഴിക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഓഫ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ വീണ്ടും ഓൺ ചെയ്യണം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വീണ്ടും ഈ മോരുകറി വെച്ച് ഇളക്കി കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കുമ്പം ആ തൈരിൻ്റെ തണുപ്പൊന്ന് മാറണം. ഇതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല. തൈരിൻ്റെ തണുപ്പ് മാറി അതൊന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കും. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യണം. മോരുകറിയിൽ ചിലർ മുളക് പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് കയ്യിലൊന്നിങ്ങനെ ഒഴിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ചൂടായിട്ടുണ്ട്. ഇത് മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ മോരുകറി റെഡി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. ഒരുപാട് പേർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ബേസിക്സ് ഓഫ് കുക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും നമ്മൾ ചേർത്ത കായത്തിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്